ഭാവന ഹാഷ്ടാഗ് യേശാവിനൊപ്പം. പണ്ട് ലോത്തപ്പച്ചന്റെ വൈഫ് ഗ്രേസിക്കുട്ടി അമ്മാമ്മ പിറകിലോട്ട് തിരിഞ്ഞു നോക്കിയത് കൊണ്ടാണ് ഉപ്പുതൂണായിപ്പോയത്. പക്ഷേ ഞാൻ എന്തു പാവം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നു ഭവിച്ചത്. കർത്താവേ, അവനെ ഞാൻ എടുത്തുകൊണ്ട് നടന്നതല്ലേ, ആ ചെക്കൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. യേശാവിരുന്ന് പിറുപിറുത്തു. ഒരു വക അടുക്കളയിൽ കയറി ഉണ്ടാക്കുവാൻ അറിയാത്തവനാണ്. അന്ന് ഞായറാഴ്ച യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തിയ എൻ്റെ അടുത്ത് വന്ന് അവൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയ ഷാർജ ഷെയ്ക്കാണ് ബ്രോ, ഇജ്ജ് കുടിച്ചിട്ട് റിവ്യൂ പറ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് കയ്യിൽ തന്നത്. അത് കുടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ കുറച്ച് സമയത്തേക്ക് എനിക്ക് മയക്കം പോലെയായിരുന്നു. ആ ഗ്യാപ്പിൽ അവൻ കുറെ പേപ്പറിലെല്ലാം എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. പിന്നെ ബോധം വന്നപ്പോഴല്ലേ ഞാൻ അറിയുന്നേ, അപ്പൻ എനിക്ക് വെച്ച സ്വത്തും എന്റെ ജ്യേഷ്ഠാവകാശം വരെ അവൻ അടിച്ചു മാറ്റിയായിരുന്നെന്ന്. അപ്പോൾ വന്ന കലിപ്പിന് ഞാൻ അവനെ തട്ടുമെന്നൊക്കെ പറഞ്ഞതോടെ കേസായി, പോലീസ് സ്റ്റേഷനായി, കോടതിയായി. എന്നാലും എൻ്റെ കർത്താവേ, അവൻ ആ സമയം കൊണ്ട് നാടും വിട്ടു. എന്നാലും എൻ്റെ അപ്പനും എന്നോട് ഈ ചതി ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇടുക്കിയിൽ സഭാ ശുശ്രൂഷ ചെയ്ത കാലത്ത് എത്ര തരം വെടിയിറച്ചി ഫോറസ്റ്റുകാരെ വെട്ടിച്ച് അപ്പന് കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ്. അതെല്ലാം വെട്ടിയടിച്ചിട്ട് അന്ന് അപ്പൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ അപ്പന്റെ കാലശേഷം മധ്യ കേരളത്തിലെ സഭാ പ്രസിഡന്റ് ആക്കാമെന്ന്. ഇപ്പോൾ താണ്ടെ അപ്പൻ പറയുന്നു, അവൻ എനിക്ക് ഷാർജ ഷെയ്ക്ക് ഉണ്ടാക്കി പറ്റിച്ച കൂടെ അപ്പന് അൽഫാം ഉണ്ടാക്കി കൊടുത്ത് അതെല്ലാം എഴുതി മേടിച്ചെന്ന്. ഇനി എന്നാ ചെയ്യാനാ, പാവം അപ്പൻ കണ്ണും കാണാതെ ഇരിക്കുവല്ലേ. എന്തായാലും പറ്റിയത് പറ്റി. അന്ന് ഞങ്ങളെ പറ്റിച്ച് അവൻ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ പാത്താൻകോടുള്ള ലാബാനങ്കളിന്റെ വീട്ടിൽ ചെന്ന് കയറിയത് കൊണ്ട് ഇപ്പോൾ ആ റീജിയനിലെ സെക്രട്ടറി ആയി എന്ന് ഇടയ്ക്ക് ആരോ പറഞ്ഞറിഞ്ഞു. ഇപ്പോൾ ആൾക്കാർ പറയുന്നു ആ റീജിയൻ വിഘടിച്ച് 2 വിഭാഗങ്ങളായെന്ന്. അങ്ങനെ അങ്കിളിനും അവൻ പണി കൊടുത്തു. ഇപ്പോൾ വെള്ളയും ഡ്രസ് കോഡുള്ളവർ ലാബാനങ്കളിന്റെ വിഭാഗവും, വെള്ളയും കറുപ്പും ഡ്രസ് കോഡുള്ളവർ അവന്റെ വിഭാഗവുമായി. ഇനി അവൻ തിരിച്ചിങ്ങോട്ട് വരുമോ? വന്നാൽ ഞാൻ ഈ കുടുംബത്തിൽ നിന്നും ഇറങ്ങിക്കൊടുക്കണമല്ലോ കർത്താവേ. എങ്കിൽ പിന്നെ അവൻ വരും മുൻപേ 3-4 സ്റ്റേ കൊടുത്തിടണം. അല്ലെങ്കിൽ എൻ്റെ സെൻട്രൽ സ്ഥാനവും പോകും. ഞാൻ വഴിയാധാരമാവുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, അവൻ വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്ത് 2 സ്തോത്രവും പറയാം. ചിലപ്പോൾ അവൻ്റെ മനസ്സ് മാറിയാലോ. യേശാവും തൻ്റെ ചാരുകസേരയിൽ അമർന്നിരുന്ന് മുകളിലോട്ട് നോക്കി കണക്കുകൾ കൂട്ടി കണ്ണുകൾ അടച്ചു. പഴയ യേശാവുമാരുടെയും യാക്കോവുമാരുടെയും കാലം കഴിഞ്ഞു. കാലം മാറിയതിനൊപ്പം പുതിയ നൂറ്റാണ്ടിൽ പുതിയ യേശാവുമാരും യാക്കോവുമാരും രംഗത്ത് വന്നിരിക്കുന്നു. നമുക്ക് ചുറ്റും എത്ര പേർ കറങ്ങുന്നു എന്ന് അറിയുന്നില്ല. ദൈവം നമുക്കായി ഒരു ഫിനിഷിംഗ് പോയിന്റ് വെച്ചിരിക്കുന്നു എന്ന് മറക്കാതെ മുൻപോട്ടുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുവിൻ. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറ്റുള്ള പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്.